ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മീറാജിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സേമിയ പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് വളരെ ഈസിയാണ് തയ്യാറാക്കാൻ, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. ആദ്യം തന്നെ സാബൂനരിയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അധികം വേവില്ലാത്ത പെട്ടെന്ന് വെന്ത് കിട്ടുന്ന സാബൂനരിയാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നല്ലോണം കഴുകിയിട്ട് ചൂടായ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അതാ അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ സേമിയ കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വറുത്തെടുക്കുന്നത് നെയ്യൊന്നും ചേർക്കാതെ അങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ ഒന്നാണ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ വറുത്ത സേമിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഇതാ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഒരു പാക്കറ്റ് പാൽ ഞാനിവിടെ ഒരു വലിയ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി വെള്ളത്തിൻ്റെ അളവൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ റെഡിയാക്കാവുന്നതാണ്. പാലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തിളക്കാനുള്ളൊരു സമയമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഞാനതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതിൽ നിന്ന് ഒരു ഹാഫ് ഭാഗമാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇവിടെ വേറെ പാൽ ഉപയോഗിക്കാതെ ഉണ്ടാക്കാനുള്ളതും കൂടി കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള സേമിയ കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ പെട്ടെന്ന് അതൊന്ന് വെന്ത് കിട്ടും. അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക, പിന്നെ ഏലക്കായ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് സമയമാകുമ്പോൾ അതൊന്ന് വെന്ത് വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സാബൂനരിൻ്റെ ഇതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു ആവശ്യത്തിനുള്ള കുറുക്കൊക്കെ ആയി എന്ന് കാണുമ്പോൾ നമുക്ക് പായസം ഇറക്കി വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പായസം തന്നെയാണ് കേട്ടോ സേമിയ പായസം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ഈ തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്.